നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ക്രീം പോലുള്ള നല്ലൊരു പാക്കുമായിട്ടാണ്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുക, ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തതാണ്. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ കളർ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കും. മുഖക്കുരു വന്ന പാടുകളെന്ന് വെച്ചാൽ അത് മാറും, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ മാറും, ഇതൊക്കെ മാറും കേട്ടോ. അതിനൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 3 ദിവസത്തേക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. കൂടുതൽ ദിവസത്തേക്ക് എടുത്ത് വെക്കരുത്. ഇപ്പം ഇന്ന് ഉണ്ടാക്കി നാളെയും മറ്റന്നാളും കൂടി ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അരച്ച് ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ 3 ദിവസത്തേക്ക് വേണ്ടി മാത്രം അരച്ച് വയ്ക്കുക, കൂടുതൽ ഉണ്ടാക്കി വെക്കരുത്. ഇത് നല്ലൊരു നമ്മുടെ ടാൻ ഉണ്ടല്ലോ, ഇപ്പം നല്ല ചൂടാണ്, നമ്മുടെ ടാൻ പൂർണ്ണമായിട്ടും പെട്ടെന്നാണ് മാറ്റിത്തരിക സ്കിന്നിൽ. ഇപ്പം എൻ്റെ മുഖത്ത് നല്ലൊരു വ്യത്യാസമില്ലേ, എന്താ വെച്ചാൽ ടാൻ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു പെട്ടെന്ന് ആ ഒരു ആദ്യത്തെ യൂസിലിൻ്റെ റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ളൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ചാനൽ കാണുക, എപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം മിക്സ്ഡ് ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ചോറാണ് ആവശ്യം. ഏത് ചോറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ഊണ് കഴിക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നിറച്ച് 1 ടേബിൾ സ്പൂൺ നിറച്ചും നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം പൊട്ടറ്റോ, ഇത്ര പോകുന്ന ചെറിയൊരു, കാരണം നമ്മൾ 1 ടേബിൾ സ്പൂണാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം കുറച്ച് നമ്മുടെ കടലമാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ മതി കേട്ടോ. 1/2 സ്പൂൺ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പാലോ തൈരോ ഏതാ കയ്യിലുള്ള വെച്ചാൽ ഇട്ട് കൊടുക്കുക. പാലും തൈരും ഒഴിക്കുക കേട്ടോ. ഇത് 2 ഒഴിക്കുമ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തു. വലിയ മിക്സർ ജാറായതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് എനിക്ക് അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരിപ്പ വെച്ച് ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണേ. നിങ്ങൾക്ക് നല്ലപോലെ അരഞ്ഞു എന്നുണ്ട് വെച്ചാൽ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കട്ടെ. കുറച്ച് കട്ടിങ് കഷ്ണം പോലെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അരച്ച് ഞാനതെല്ലാം അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുണ്ടോ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്കൊരു 3 ഡ്രോപ്സോളം ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 ഡ്രോപ്സ് ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിന്നിലേക്ക് ഏതെങ്കിലും ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണവരാണെന്ന് വെച്ചാൽ അതൊരു 4-5 ഡ്രോപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഓയിലി സ്കിന്നുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോർമൽ സ്കിന്നുകാർക്കും നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഗ്ലിസറിനോ അലച്ച ഒലിവ് ഓയിലോ ബദാം ഓയിലുണ്ടല്ലോ, നമ്മുടെ ആൽമണ്ട് ഓയിലോ ഏതാ വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട് അതാണ് വെച്ചാൽ ഒരു 4-5 ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ക്രീം ടൈപ്പിലുള്ള നല്ലൊരു പാക്കാണ്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. സ്കിന്നിലുണ്ടാവണ ആ ഒരു ടാൻ പൂർണ്ണമായും മാറും. പൊട്ടറ്റോ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനും നമ്മുടെ മുഖത്ത് കരിമങ്കല്ല് ഉണ്ടെച്ച പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ നിങ്ങളെ ഇത് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കും. സ്കിന്നിന് നല്ലപോലെ ഒരു കളർ കൊണ്ടുവരാനും നിങ്ങൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ടാൻ പൂർണ്ണമായി മാറി നല്ല മാറ്റമായിരിക്കും. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ വരണം മാറ്റം കേട്ടോ. അത്ര അടിപൊളിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പൊട്ടറ്റോ, അതുപോലെ തന്നെ ചോറ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ട. എനിക്ക് മഞ്ഞൾപ്പൊടി നല്ലതായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടോ ഞാനിത് അരിച്ചെടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രീം പോലെയാണ്. നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം. എന്ത് ഉപയോഗിക്കുമ്പോഴും സ്കിന്നിൽ അലർജി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുള്ള ആൾക്കാരുണ്ട്, അവർക്ക് നിങ്ങൾക്കിതൊരു അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ സ്കിന്ന് നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്, ദോഷമായി വരരുത്. അതുകൊണ്ട് തന്നെ ഒരു അലർജി ടെസ്റ്റ് ചെയ്യുക. ചെവിയുടെ ബാക്കിലോ കഴുത്തിലെവിടെയെങ്കിലും
കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. അലർജി വല്ല ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തടുപ്പോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കഴുത്തിലും മുഖത്തും നല്ലൊരു മസാജ് കൊടുക്കുക. ഒരു 1-2 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഖത്തൊരു മസാജ് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് ഇത്തിരി കട്ടിക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഖത്ത് നല്ല കട്ടിക്കന്നെ ഇട്ട് കൊടുത്തു. നല്ല കട്ടിക്കന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. 20 മിനിറ്റ് നമുക്കിത് വെച്ചിരിക്കാം. കഴുത്തിലും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ കയ്യിലും കൂടി ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം റിസൾട്ട് കാണാം. എൻ്റെ കഴുത്തത്തെയും ഫേസത്തെയും 20 മിനിറ്റായി. നല്ലപോലെ ഡ്രൈ ആയി, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ലപോലെ ഉണങ്ങി. കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. കയ്യിനാണെച്ചാലും നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനും മുഖത്തിനും നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ആ ടാൻ പൂർണ്ണമായി മാറും. നമ്മൾ ഡെയിലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുക റിസൾട്ട് എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ മുഖത്തടിക്കാൻ ഡെയിലി നമുക്ക് എന്തായാലും കുറച്ച് ടാനെങ്കിലും അടിക്കും. അപ്പോൾ ആ ടാൻ പൂർണ്ണമായിട്ടും നമുക്ക് അന്നു തന്നെ നമുക്ക് പാക്ക് ഉപയോഗിക്കണതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ പകലൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് കളർ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കളർ കൂടാനും സഹായിക്കും. അതുപോലെ ടാൻ പൂർണ്ണമായിട്ടും നമുക്ക് ഡെയിലി നമ്മൾ കളഞ്ഞു പോകുമ്പോൾ ടാൻ മാറും. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിലൂടെയും നമ്മൾ എന്താ പറയുക പാക്ക് ഉപയോഗിക്കുന്നതിലൂടെയും നമ്മുടെ മുഖത്ത് നല്ലൊരു കളറും കിട്ടും. നല്ല വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ മെല്ലെ 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 കളർ വരും. നമ്മുടെ മുഖത്തുണ്ടാവണം മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ടെസ്റ്റ് അതൊക്കെ മാറും. ഇതൊക്കെ നമുക്ക് കളർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കണം. ഇതൊക്കെ മെല്ലെ 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 നമുക്ക് ആ ഒരു കളറ് നല്ല ഉദിച്ച് നിൽക്കുന്ന കളറായിരിക്കും. ബ്ലാക്ക് കളറാണ് വെച്ചാൽ അതൊക്കെ ഒന്ന് മെല്ലെ 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 ഷെയ്ഡായി നമുക്ക് ആ ഒരു കളറ് നമുക്ക് നല്ലപോലെ തോന്നും. എനിക്കെന്തായാലും നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എനിക്കെന്തായാലും നല്ല അടിപൊളി റിസൾട്ടാട്ടോ കിട്ടിയേക്കണത്. കഴുത്തിലാണെച്ചാലും ആ ഒരു ഞാൻ പറയാറുള്ളതാണ് എൻ്റെ കഴുത്ത് പെട്ടെന്ന് കറക്കണതാണ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതും എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടി. സ്കിന്നിനാണെങ്കിലും നല്ല റിസൾട്ട് തന്നെ കിട്ടി. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.